ഗ്രേറ്റ്ഫുൾ, ഗ്രാറ്റിറ്റ്യൂഡ്. ഞങ്ങളും അതിൽ ഭയങ്കര കാര്യമായിട്ട് സന്തോഷിക്കുന്നു, ഹാപ്പിയാണ്. ഇതിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ജഗദീഷ് ഏട്ടൻ ഇതിനെക്കുറിച്ച് രേഖാചിത്രത്തിൻ്റെ ഒരു മീറ്റപ്പിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ കുറിച്ച് മെൻഷൻ ചെയ്ത കാര്യം. അച്ഛൻ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്ന സിനിമയോടുള്ള ഫയർ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അച്ഛൻ ഇപ്പോഴും ഒരുപാട് കഥകളുണ്ട് അച്ഛൻ്റെ മൈൻഡിൽ. അതിപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കണം. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി കൂടെ അച്ഛനിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ എഴുതണം എന്നുള്ള മൈൻഡിൽ തന്നെയാണ്, അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇപ്പം അതിലെടുത്ത് പറഞ്ഞത് 98ാമത്തെ സീനായിരിക്കും ചിലപ്പോൾ ആദ്യം എഴുതുക, ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്നത്. എങ്ങനെ ഇതിൻ്റെ ഇമോഷണൽ കണക്ട് ഗ്രാഫ് ഒരു റൈറ്റർ കീപ്പപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം, അപ്പുറത്തെ റൂമിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടാവും. ഇതെങ്ങനെ ഈ ഹ്യൂമറും ഇതിനെ അറ്റാച്ച് ചെയ്യുന്നൊരു എലിമെന്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതിപ്പോൾ ഈ ജനറേഷനിലുള്ള പിള്ളേർക്കൊക്കെ കാണുമ്പോൾ അത് ജഗദീഷ് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ തോന്നും. അത് സത്യമാണ്. ഞാനത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഉദയനാണ് താരത്തിൻ്റെയൊക്കെ എഴുത്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ പറഞ്ഞത് സീൻ ഓർഡറൊക്കെ, സീനിൻ്റെ ഒരു ഫ്ലോ കുറേ മുമ്പ് തന്നെ അച്ഛൻ്റെ മൈൻഡിലുണ്ടാവും. ഇപ്പോൾ ചിന്താവിഷ്ടയ ശ്യാമളയുടെ കഥയൊക്കെ എത്രയോ അത് സിനിമയാവുന്നതിന് എത്രയോ